എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയയും കൊണ്ടാണ്. കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ സമയം കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയാസൊക്കെ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വേണം ന്യൂസ് പേപ്പറും വെള്ളമൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതവിടെ ഇരുന്നത് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം റെഡ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നടുവേ ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സിസർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ വീണ്ടും ഇതേ രീതിയിൽ ഒരു 2 തവണ കൂടെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിസർ വെച്ചിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് ചെറിയ സ്പേസ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറ്റം വരെ കട്ട് ചെയ്യരുത്. ഇതേ രീതിയിൽ ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിർത്തണം. അപ്പോൾ ഇത് ഫുള്ള് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് 2 പീസ് വെച്ചുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ 2 പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഈർക്കിളി എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളുണ്ടല്ലോ, അത് ഇങ്ങനെ ഇതേ രീതിയിലൊന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ അറ്റം വരെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക നല്ല ടൈറ്റിൽ. അപ്പോൾ അതിങ്ങനെ വിടുമ്പോഴും അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കണം. കുറച്ച് ഇങ്ങനെ ടൈം എടുക്കുന്നൊരു പണിയാണ്. ഇത് ഫുള്ളിങ്ങനെ ചുരുട്ടണ്ടേ. അപ്പോൾ TV കാണുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് കുറച്ചായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഞാൻ ചുരുട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. ചുരുട്ടിയെടുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും ചുരുട്ടിയൊക്കെ കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഈർക്കിളി എടുക്കാം. ഈർക്കിളിയിൽ ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഫുള്ളും ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്താലും മതി. ഇതിപ്പോൾ ഗ്രീൻ ടേപ്പിനാവുമ്പോൾ ഗമ്മുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കട്ടെ. ഇപ്പം ഞാൻ അതൊക്കെ ചുറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നീളത്തിൽ ഫുള്ളും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്കിത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈർക്കിളിയില്ലേ അതിൽ നമുക്കൊന്നിങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുറ്റട്ടെ. ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് ആ ഒരു ചുരുട്ടി വെച്ചിട്ടുള്ള ഭാഗങ്ങൾ നിൽക്കുന്ന രീതിയിൽ നല്ല ടൈറ്റിൽ ഇതേപോലെ ചുറ്റിയെടുക്കണേ. ഇതിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോൾ അത്ര ഭംഗി തോന്നില്ല. ബാക്കി എല്ലാ കളറുകളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനൊരു മഞ്ഞയും കൂടി ഇതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രയ്ക്കും കുറേ എണ്ണം ഇരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത്രയ്ക്കൊക്കെയാണ് ചെയ്തെടുത്തത് കേട്ടോ. ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് ഒരുപാട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്കിതിന് ലീഫ് വേണം. അപ്പോൾ കുറച്ച് നീളത്തിലുള്ള ലീഫാണ് വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ നമുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ ഭംഗി ഉണ്ടാവുക ഇതുപോലത്തെ ഒറിജിനൽ ലീഫായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏത് ചെടിയുടെയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. ഇങ്ങനെ ഡ്രൈ ലീഫ് വെച്ചിട്ട് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അതൊന്നും കേടാവാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലീഫും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിന് നല്ല പച്ച കളർ കൊടുക്കുക. ഇത് ഉണങ്ങിയതാണല്ലോ, അപ്പോൾ അതിന് പച്ച കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് കേടാവാതെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതാ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാണ്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം നടുവിൽ വെച്ചിട്ട് 2 ലീഫ് ഇങ്ങനെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ചുറ്റി അത് ഫിക്സ് ചെയ്തു. ഇനി എല്ലാം ഇതൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഫ്ലവറാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. എനിക്ക് പിങ്കും പിന്നെ റെഡുമാണ് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒറിജിനലായിട്ടൊരു ഫ്ലവർ ഇല്ലേ, അതിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്ര നന്നായിട്ട് പിഴിയണമെന്നില്ല കേട്ടോ. ചെറുതായിട്ട് വെള്ളം ഒന്ന് മാറ്റിയാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മളിത് അടിക്കാൻ പോണത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ? ഇതിലത്തെ വെള്ളം ഇനി നമുക്ക് ഇത്രയ്ക്കും വേണ്ട. അപ്പോൾ വെള്ളമില്ലാതെ ഞാൻ അരയ്ക്കാൻ നോക്കിയപ്പോൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം തന്നെ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊക്കെ പിഴിഞ്ഞെടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ, ഇത് സോപ്പിൻ്റെ കേട്ടോ, ലിക്വിഡ് സോപ്പിൻ്റെയാണ്. അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം.
പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സംഭവമല്ലേ, അതിലേക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഫെവിക്കോൾ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കണേ. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ ആദ്യം തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫെവിക്കോളും പിന്നെ ഈ ഒരു പേപ്പറും കൂടെ നമ്മൾ കുഴച്ചെടുത്തില്ലേ, ആ സമയത്ത് ഒരുപാട് പേപ്പർ എടുത്ത് ആദ്യം തന്നെ കുഴക്കേണ്ട. ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് ആവശ്യം വരില്ല. അപ്പോൾ വെറുതെ ഫെവിക്കോൾ വേസ്റ്റ് ആക്കണ്ട. കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങുമ്പോൾ അത് ഞാനിതേ ഇതേപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്ത് എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നല്ലൊരു ഫ്ലവർ വേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വേസ് കണ്ടാൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് നമുക്ക് ഏത് തരത്തിലുള്ള ബോട്ടിലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ആ ഷേപ്പിൽ അതിൽ ന്യൂസ് പേപ്പർ ഇതുപോലെ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ ഇതിൽ ഗോൾഡൻ ഷെയ്ഡോ അല്ലെങ്കിൽ സിൽവർ ഷെയ്ഡോ ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ അങ്ങനെ ചെയ്തില്ല. ബ്ലാക്കും ഭംഗിയുണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുമ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.